നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തുർക്കി. സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ വലിയ ജനരോഷമാണ് രാജ്യത്തുണ്ടായത്. എന്തായാലും അതോടെ തുർക്കിയുമായുള്ള ബന്ധങ്ങൾ കൂടി പതിയെ നമ്മൾ വേർപെടുത്തുകയാണ്. ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കി സ്ഥാപനത്തിന് സെക്യൂരിറ്റി ക്ലിയറൻസ് നഷ്ടമായി. സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരവോടെയാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാനുമതി ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തരമായി പിൻവലിച്ചത്. സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പാകിസ്ഥാനെ തുർക്കി പല വിധത്തിൽ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സെലബിക്കെതിരെ നടപടി വന്നത്. ഇത് തുർക്കി സ്ഥാപനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ നടപടിയാണ്. തുർക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനുള്ള വിപുലമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലൂടെയാണ് കേന്ദ്ര സർക്കാർ തലത്തിലെ ഈ ഒരു ആക്ഷൻ. ഇന്ത്യയിലെ 9 സുപ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ ചെയ്യുന്നത്. ഡൽഹി വിമാനത്താവളവും സെലബിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അതേസമയം തങ്ങൾ വ്യോമയാന സേവന രംഗത്ത് 65 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ആഗോള കമ്പനിയാണെന്ന് സെലബി ഏവിയേഷൻ മറുപടിയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 3 ഭൂഖണ്ഡങ്ങളിലും 6 രാജ്യങ്ങളിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സേവനങ്ങൾ ചെയ്തു വരുന്നു. സെലബിയുടെ ഇന്ത്യയിലെ ബിസിനസ് ഒരു ഇന്ത്യൻ സംരംഭമാണ്. നയിക്കുന്നതും പരിപാലിക്കുന്നതും ഇന്ത്യൻ പ്രൊഫഷണലുകളുമാണ്. തങ്ങൾ ഏത് മാനദണ്ഡപ്രകാരവും തുർക്കി സ്ഥാപനമല്ലെന്നും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സുതാര്യവും പക്ഷപാതരഹിതവും രാഷ്ട്രീയ ചായ്വുകളില്ലാത്തതുമായ കോർപ്പറേറ്റ് ഭരണ സമ്പ്രദായവും പിന്തുടരുന്ന ഒരു കമ്പനിയാണെന്നും സെലബി അവകാശപ്പെടുന്നു. അസർബൈജാനൊപ്പം തുർക്കിയും പാകിസ്ഥാനുമായി വാണിജ്യം, ബാങ്കിംഗ്, ടൂറിസം രംഗങ്ങളിൽ അടുത്ത ബന്ധമുണ്ട്. ഈ 3 രാജ്യങ്ങളുടെയും സൈന്യം പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നതും. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കിയ ശേഷവും തുർക്കി പരസ്യമായി പിന്തുണച്ചത് പാകിസ്ഥാനെയാണ്. തുർക്കി നിർമ്മിത അസിസ്കാഡ് സോങ്കാർ, അതുപോലെ തന്നെ ബെയ്കാക്ദർ, TB2 ആളില്ലാ പോർവിമാനം എന്നിവയൊക്കെയാണ് മെയ് 8 രാത്രി പാക് സേന ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ ആക്രമണത്തിൽ തൊടുത്തുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പ് തുർക്കി യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്ത് എത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ ശേഷം തുർക്കി വ്യോമസേനയുടെ C-130 കറാച്ചിയിൽ ലാൻഡ് ചെയ്തിരുന്നു. JNU അടക്കം ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. ഇതിനു പുറമെയാണ് തുർക്കി ഉൽപ്പന്ന ബഹിഷ്കരണം പുരോഗമിച്ചു വരുന്നത്. അതുപോലെ തന്നെ ബഹിഷ്കരണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തുർക്കി പ്രസിഡന്റ് റെസപ് തയ്യിപ് എർദോഗാന് ഒരു കുലുക്കവുമില്ല. ഭാവിയിലും നല്ല കാലത്തും മോശം കാലത്തും തുർക്കി സോദര രാഷ്ട്രമായ പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനുള്ള സന്ദേശത്തിൽ എർദോഗാൻ പറയുന്നത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ട് മുതൽ തന്നെ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിനെ നേരിടാനായി ഇന്ത്യ തന്റെ സ്വന്തം ഭൗമരാഷ്ട്രീയ പങ്കാളിത്തങ്ങൾ പോലും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കിഴക്കൻ യൂറോപ്പിൽ ഗ്രീസ് പിന്തുണയ്ക്കുന്ന സൈപ്രസ് റിപ്പബ്ലിക്കിനെ ഇന്ത്യ സ്ഥിരമായി പിന്തുണയ്ക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. അന്താരാഷ്ട്രതല ആരും അംഗീകരിച്ചിട്ടില്ലാത്ത വടക്കൻ സൈപ്രസിലെ ടർക്കിഷ് റിപ്പബ്ലിക്കിന് വേണ്ടി മുറവിളി കൂട്ടുന്ന തുർക്കിയുടെയും പാകിസ്ഥാന്റെയും നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഈ ഒരു നീക്കം. സൈപ്രസിൽ ഇന്ത്യയുടേതെന്ന പോലെ തന്നെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് ഗ്രീസ് തിരിച്ചും പിന്തുണ നൽകിയിട്ടുണ്ട്. അടുത്തിടെ ഇന്ത്യ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ നടത്തിയ പുനഃക്രമീകരണങ്ങൾ തുർക്കിയെയും പാകിസ്ഥാനെയും ഇന്ത്യയുമായി അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നവയുമാണ്. ഇന്ത്യയുമായും ഇന്തോ പാക് മേഖലകളുമായും സഹകരണം വർദ്ധിപ്പിക്കാനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കയും പാകിസ്ഥാനിൽ നിന്ന് അകന്നു കഴിയുകയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക ഇന്തോ പാക് സ്ട്രാറ്റജിയുടെ പട്ടികയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരിക്കൽ പോലും ഒരു വിഷയം പോലും ആയിട്ടില്ല. എന്നാൽ ഇന്ത്യ ചുരുങ്ങിയത് 5 തവണ പ്രധാന വിഷയമായി വരികയും ചെയ്തു എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. എന്തായാലും ഇതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതില്ലല്ലോ. തുർക്കി ഇനി തീർച്ചയായും പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധം കാരണം വെള്ളം നല്ലോണം കുടിക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.